എം ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്നാണ് LDF സർക്കാർ പറഞ്ഞത്. ശിവൻകുട്ടി അതേ പരിപാടി കുറച്ചുകൂടെ മാറ്റി പറഞ്ഞു. ഞാൻ നടപ്പിലാക്കില്ല, പക്ഷെ പൈസ വാങ്ങിക്കുമെന്നാണ്. ഇപ്പോൾ മന്ത്രി ഷംസുദ്ദീൻ, അതായത് പുതിയ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് PM ശ്രീ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല, കാരണം കഴിഞ്ഞ സർക്കാർ പണം വാങ്ങിയത്. ഇവരിപ്പോൾ എന്താണ് സർ ശരിക്കും നിലപാട്? നടപ്പിലാക്കുകയോ ഇല്ലേ? ഇവർക്ക് പൈസ വാങ്ങിയ സ്ഥിതിക്ക് നടപ്പിലാക്കേണ്ടി വരും. സംഗതി ഹിപ്പോക്രസിയാണ് രണ്ട് കൂട്ടർ കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഘടകകക്ഷി അറിയാതെ എന്നുവെച്ചാൽ CPI പോയി സൈൻ ചെയ്തു, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി പിൻവാങ്ങി എന്ന് പറഞ്ഞു. പിൻവാങ്ങാൻ അതിന് പ്രൊവിഷൻ ഇല്ല, ശരിക്കും ഇല്ല. തൽക്കാലം സസ്പെൻഷനിൽ വയ്ക്കാം, അങ്ങനെയൊക്കെ പറ്റുള്ളൂ അതിന്. അല്ലാതെ എന്തായാലും പറയില്ല, കീപ് പെൻഡിങ് അങ്ങനെ എന്തൊക്കെ പറ്റുള്ളൂ, അല്ലാതെ ഇത് പറ്റില്ല. പിരിഞ്ഞു പോകാനായിരുന്നു രാജിവെച്ച് പോകാൻ പറ്റിയ സംഭവമല്ല അത്. അതങ്ങനെ അവരുടെ കാര്യം. അപ്പം അന്ന് ശക്തമായിട്ട് PM ശ്രീ എതിർത്ത ആൾക്കാരാണ് VD സതീശനും കൂട്ടർ. പക്ഷെ അവരെ കർണാടക ഗവൺമെൻറ് അതിലുണ്ടെന്നുള്ളത് വേറെ കാര്യം. അതെ. അപ്പോൾ ഇവരൊക്കെ ഓരോ തരാതരങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ രൂപത്തിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ ഇവർ ചെയ്യേണ്ടി വരുമ്പോൾ ഇവർ ഈ പറഞ്ഞൊക്കെ VD സതീശൻ മാറ്റി പറയണ്ടേ? അതെ, മാറ്റി പറഞ്ഞല്ലോ. പൈസ വേണമെങ്കിൽ അത് വേണം താനും. അത് പ്രായോഗിക തലത്തിൽ വരുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ആ സമയത്താണല്ലോ ഇതിൻ്റെ ഭരണം കയ്യിൽ വരുമ്പോഴാണല്ലോ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പം അതനുസരിച്ചിട്ട് ഇവർക്ക് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അത് ഇനിയിപ്പോൾ മുസ്ലിം ലീഗിന് എതിർപ്പില്ലെങ്കിൽ കൂട്ടത്തിന് ആരും എതിർക്കാനില്ലല്ലോ. ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്നത്. മുസ്ലിം ലീഗിന് എതിർപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ആരും എതിർക്കാനുള്ള കോൺഗ്രസ്സുകാരും ഉണ്ടായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് പറഞ്ഞാൽ പിന്നെ അവർ കേൾക്കണമല്ലോ, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് നടപ്പിലാക്കിയേ പറ്റൂ. ആ നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത് വളരെ അത്യാവശ്യമാണ്. എത്ര സ്കൂളുകൾ നല്ല സ്മാർട്ട് സ്കൂളുകളായിട്ട് മാറേണ്ടതാണ്. അതൊക്കെ അവർ തടഞ്ഞു വെച്ചു. പക്ഷേ ബേസിക്കലി ഇവരുടെയൊക്കെ ഹിപ്പോക്രൈറ്റ്സ് ആണെന്ന് തെളിയിക്കുന്ന തീരുമാനങ്ങളാണ് നടക്കുന്നത്. പഴയ ഗവൺമെൻറ്റിലുള്ളപ്പോൾ എതിർക്കുക, ഇവർ ഭരണത്തിൽ വരുമ്പോൾ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞ ബുദ്ധിയുള്ള ഒരു സർക്കാർ ഇത് വേണ്ടെന്ന് പറയില്ല. കാരണം അവരുടെ സർക്കാരിന് ലഭിക്കുന്ന ഒരു നേട്ടമാണ്, വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന നേട്ടമാണ്. രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ കൂടി നല്ലത് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുകയല്ലേ സ്വീകരിക്കാം. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ബുദ്ധിയെങ്കിലും ഇവർ കാണിക്കില്ലേ? കുഞ്ഞാലിക്കുട്ടിയൊക്കെ എനിക്ക് തോന്നുന്നു പ്രായോഗിക ബുദ്ധിയുള്ള ആൾക്കാർ, ബുദ്ധിയുള്ള പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻസാണ്. അത് വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൂടുതൽ വേണമെന്ന് പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ഇതിന് വ്യക്തമായിട്ടൊരു മാർഗരേഖയുള്ള വിഹിതമാണത്. അത് മേടിച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തേക്കെങ്കിൽ അതിൻ്റേതായുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? എത്ര സ്കൂളുകൾ, നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സ്കൂളുകളുണ്ട്. അതിനെല്ലാം ഒരു വലിയൊരു ബൂസ്റ്റായിരുന്നു ഈ കാര്യം. പഴയ ആൾക്കാർ തന്നെ ചെയ്യേണ്ടതായിരുന്നു. അവർ പിന്നെ അനാവശ്യമായിട്ട് ഈ വരട്ട് വാദം എന്നൊക്കെ പറയില്ലേ, മോഡി ചെയ്തതെല്ലാം തെറ്റ്, അല്ലെങ്കിൽ ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഇവർക്ക് നേരായ വഴിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവരെങ്കിലും അത് സ്വീകരിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. സ്വീകരിക്കാവുന്ന സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാൻ പൊളിറ്റീഷ്യൻസിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതൊക്കെ അവർ മാറ്റി പറയും. ഇതിനെ അങ്ങനെ എതിർക്കേണ്ട ഏതെങ്കിലും ഒരു ഘട്ടം ഇവർക്കുണ്ടായാൽ, അതായത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോ ഇല്ലെങ്കിൽ സമസ്തയോ അങ്ങനെ ആരെങ്കിലും എതിർക്കുകയാണ്, ഇത് നടപ്പിലാക്കാൻ പറ്റില്ല, ഇത് പ്രധാനമന്ത്രി മോദിയുടെ പേരിലുള്ള ഒരു പദ്ധതിയല്ലേ, അവർക്കല്ലേ ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്, നിങ്ങളൊക്കെ സ്കൂളുകളിൽ കൊണ്ടുവച്ചിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അത് സാധാരണ രീതിയിൽ ഇവരെല്ലാവരും അടിസ്ഥാനപരമായിട്ട് കുഞ്ഞാലിക്കുട്ടിയും ഇവരൊക്കെ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. അപ്പോൾ അവരിനി അനുകൂലിച്ചില്ലെങ്കിലും മിണ്ടാതിരുന്നാലും മതിയല്ലോ. സമസ്തയോ ജമാഅത്ത് ഇസ്ലാമിയോ ഒന്നും പറയാതിരിക്കുക. പിന്നെ പത്രക്കാർ മൈക്കൊക്കെ ഇട്ട് ചെല്ലുമ്പോഴുള്ള കാര്യം അതെന്തെങ്കിലും ഒഴിഞ്ഞു മാറാനൊക്കെ അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. അപ്പം അങ്ങനെ ഇവർ എൻ്റെ ഊഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് സമസ്തയെയും ജമാഅത്തിനെയും ഇത് പറഞ്ഞ് അനുനയിപ്പിക്കുമെന്നാണ്, കൺവിൻസ് ചെയ്ത്. അല്ലാതെ ഞങ്ങൾക്ക് മാർഗമില്ല. കാരണം ഇവർ തന്നെ പറയുന്നു മറ്റേ ഗവൺമെൻറ് കാലിയായൊരു ട്രഷറി വെച്ചുകൊണ്ടാണ് പോയതെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടാനുള്ളതൊക്കെ നോക്കണ്ടേ?
പിന്നെ ഇനി കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ചെയ്തതെന്ന് കാണിക്കെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് ജമാഅത്തും സമസ്തയും ഇനി എതിർക്കാനുള്ള സാധ്യത കുറവാണ്. അതിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളൊക്കെ വിളിച്ച് 2 വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒതുക്കാം. വിദ്യാഭ്യാസ മേഖലയാണ് ലീഗിൻ്റെ പ്രധാന ലക്ഷ്യം. കാരണം അവരുടെ വലിയൊരു വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ വിട്ടുകൊടുക്കേണ്ടി വന്നു എങ്കിൽ പോലും വിദ്യാഭ്യാസ വകുപ്പ് പ്രധാനമായിട്ടും സ്കൂൾ തലം വരെയുള്ളതെങ്കിലും ലീഗിൻ്റെ കൈവശം തന്നെയാണുള്ളത്. പ്രധാന കീ പോയിൻ്റ് ആയിട്ടുള്ള വ്യവസായവും അവരുടെ കയ്യിലുണ്ട്. ഇതൊന്നും PWD അവരുടെ കയ്യിലുണ്ട്. അതൊന്നും വിട്ടുകൊടുത്തില്ല. പണത്തിൻ്റെ സ്രോതസ്സുള്ള എല്ലാ വകുപ്പുകളും ലീഗ് കൈവശം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ലീഗ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഈ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനും അവരുടെ ഇത് KM ഷാജി പറഞ്ഞാണല്ലോ ഞങ്ങൾക്ക് 10 കൊല്ലം കിട്ടാതിരുന്ന ആനുകൂല്യങ്ങൾ, എന്തിനൊക്കെ ആയിരിക്കും അവരുടെ പദ്ധതിയും പ്ലാനും? അത് വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം കാര്യങ്ങൾ പറ്റും. ഇപ്പോൾ തന്നെ +2 സീറ്റുകൾ അനുവദിക്കുന്ന കാര്യങ്ങൾ വന്നില്ലേ? അതെ, കൂടുതൽ സീറ്റുകൾ വേണ്ടി വരുന്ന മലപ്പുറത്തും പിന്നെ വേറൊരു ജില്ല പറഞ്ഞു കാസർഗോഡ്. ഈ 2 ജില്ലയെന്നാണ് ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സീറ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിയമനങ്ങൾ വരും. അതുപോലത്തെ പല കാര്യങ്ങളും അതിലുണ്ടാവും. പിന്നെ സ്കൂളിൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ വരും. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അധ്യാപക നിയമനത്തിൽ പോലും വേണമെങ്കിൽ പാർട്ടിക്ക് ഇടപെടാമല്ലോ. ഇപ്പോഴത്തേക്ക് മാനേജ്മെൻറ്റാണ് അത് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ എമൗണ്ട് വാങ്ങുന്നത് അവരാണ്. നാളെ ഓക്കെ നിങ്ങളത് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ വിഹിതം കിട്ടി വെക്കുമെന്ന് പറഞ്ഞാലോ. പിന്നെ ഒരു വലിയൊരു മേഖല സ്വന്തം നിയന്ത്രണത്തിൽ വരുന്നു എന്ന് പറയുന്നതിൻ്റെ വലിയൊരു ഗ്ലാമർ ഉണ്ടല്ലോ. യൂത്ത് ഫെസ്റ്റിവൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടത്താം. അതിൽ കൂടെയും പല ഇവർ പറയുന്ന തത്വങ്ങൾ പോവാം. ഇപ്പോൾ കുറച്ചാൾ മുമ്പ് അത് LDF ഭരിക്കുമ്പോഴാണ് ഒരു യൂത്ത് ഫെസ്റ്റിവലിന് കൊച്ചുകുട്ടികളൊരു നാടകം ഉണ്ടായിരുന്നു. അതിലൊരു കുട്ടി ചോദിക്കുന്നത്, ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഇംഗ്ലണ്ട് ജയിച്ചാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ സന്തോഷിക്കും, ഓസ്ട്രേലിയ ജയിച്ചാൽ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ എന്താ നമ്മൾ സന്തോഷിക്കാത്തതെന്നൊരു കുട്ടി ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇതെല്ലാം കുട്ടികളുടെ ഉള്ളിലേക്ക് വിഷം നടക്കുന്ന പരിപാടികളാണ്. ഇതിനു മുമ്പ് ഹരനായർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് നാലകത്ത് സൂപ്പി എന്ന് പറയുന്ന ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പിന്നെ അയാൾ ആ പണിക്ക് കൊള്ളയില്ലാന്ന് തോന്നിയോണ്ട് എന്താ പിടിച്ച് മാറ്റി മുഹമ്മദ് ബഷീറിനെ അവർ തന്നെ കൊണ്ടുവന്നു, അവരെ പാർട്ടിയിൽ നിന്ന് തന്നെ. അങ്ങനെ മുഹമ്മദ് ബഷീറാണ് പിന്നെ ടേം പൂർത്തിയാക്കിയത്. അപ്പോൾ ആ കാലത്ത് മൺമറഞ്ഞുപോയ പ്രധാനമന്ത്രിമാരുടെ പടം വയ്ച്ചുകൊണ്ട് എന്തൊരു സംഭവം ഉണ്ടായിരുന്നു യൂത്ത് ഫെസ്റ്റിവലിൽ. അതിലന്ന് പ്രധാനമന്ത്രിയായിട്ട് ജീവിച്ചിരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയായിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന നമ്മൾ പറയുന്ന പോലെ അടൽ ബിഹാരി വാജ്പേയി, അടൽജിയുടെ പടം ഉണ്ടായിരുന്നു. മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഈ അവരുടെ ഈ വഴിവിട്ടുള്ള ഈ ദേശീയതയ്ക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളും ഇൻജക്റ്റ് ചെയ്യാനും അത് അത്തരത്തിലുള്ള വിഷങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവസരമൊക്കെ അവർക്ക് മാറ്റാം. ആ സംഭവം അന്ന് വലിയ ചർച്ചയായിരുന്നു. അത് മത താല്പര്യം രാജ്യ താല്പര്യത്തെക്കാൾ മുകളിൽ. യെസ്, അത് തന്നെ. അങ്ങനെ ആ നിലയ്ക്ക് പലതും സാധിക്കുമല്ലോ. അത് ഏതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മളതിൻ്റെ എല്ലാ മേഖലകളിലും കടന്ന് ചെന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നലെ കേട്ടതാണ് +2വിൻ്റെ ഏറ്റവും സീറ്റുകൾ ആവശ്യമുള്ളത് കാസർഗോഡ് മലപ്പുറമാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ അതുപോലെ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയും. യൂത്ത് ഫെസ്റ്റിവൽ തന്നെ വലിയൊരു ഉദാഹരണമാണ്. യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഛായ പോലും അവർക്ക് മാറ്റാം. അപ്പം അന്ന് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറഞ്ഞു ഇത് വെജിറ്റേറിയൻ ഭക്ഷണം ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ അന്ന് അടുത്ത പ്രാവശ്യം മുതൽ നോൺ വെജ് ആവാമെന്ന് വരെ പറഞ്ഞില്ലേ വിദ്യാഭ്യാസ മന്ത്രി.
അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം നോക്കുന്നില്ല. ഇത്രയധികം ആൾക്കാർക്ക് നോൺ വെജ് ആകുമ്പോൾ അതിൻ്റെ ഹൈജീനിക്കായിട്ട് പറ്റുമോ ഇല്ലേ, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ വലിയ പരിപാടികൾക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാം. വലിയ പരിപാടികൾ അവിടെ നടത്തുമ്പോഴും ഇതാണ് അതിൻ്റെ പ്രധാന കാര്യം. അല്ലാതെ എല്ലാവരും സസ്യ ബുക്കുകളായതുകൊണ്ടൊന്നുമല്ല അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനൊരു സംസാരം ഉണ്ടാക്കി. അപ്പോൾ അതുപോലെ അങ്ങനെ പല രൂപത്തിലും നിലവിലുള്ള സിസ്റ്റത്തിന് അട്ടിമറിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പലതും പറ്റും. ഈ സിലബസിൽ പല കാര്യങ്ങളും പറ്റും, അതും സാധിക്കുമല്ലോ. സിലബസിൽ പല കാര്യങ്ങളും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് വല്ലാത്തൊരു കാര്യം. പക്ഷേ UDF വന്നാൽ അങ്ങനെ ചെയ്യാറുള്ളൂ. മുമ്പ് ഒരിക്കൽ TN ജേക്കബ് ആയിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ, കരുണാകരൻ CM ആയിരിക്കുന്ന കാലത്ത് ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, TN ജേക്കബിന്. അതർവൈസ് എപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെയാണ്. അതിനെപ്പറ്റി ഒരു ചർച്ച പോലും നടത്താറില്ല. ഒരിക്കലും അങ്ങനെ ചർച്ച വരാതെ അതങ്ങനെയാണ്. PWD വ്യവസായം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ലീഗിനുള്ളതാണ്. അതിന് പിന്നെ അത് ബാക്കിയുള്ള കാര്യങ്ങൾ വകുപ്പിനെ പറ്റിയ ചർച്ച നടക്കാറുള്ളൂ. ഈ മതം നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു കാര്യം ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഭരണമായിരിക്കും ഇതെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് ഉറപ്പുമാണ് നമുക്ക്. ഇതിനകത്തേക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് മതം കുത്തി നിറയ്ക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു നീക്കം ലീഗ് നടത്തില്ലേ? നടത്താൻ എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിലബസിൽ ചില കാര്യങ്ങൾ അവർക്ക് വരുത്താം, പല കാര്യം നടത്താം. ഇനിയിപ്പോൾ അതേപോലെ പല 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 മേഖലയുണ്ട്, അതിനെപ്പറ്റി അവരതൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അതെന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ വെള്ളിയാഴ്ച സ്കൂളുകളിലെ ടൈമാണ് ഏതോ കാലത്ത് തുടങ്ങി, ഇന്നോ തുടരുകയല്ലേ. ഒരു കുട്ടി പോലും ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ്. അപ്പോൾ ബാക്കി എല്ലാവരും സമയം അനുസരിച്ചിട്ട് മാറുകയാണ്. അതൊരു മതബോധം സൃഷ്ടിക്കൽ തന്നെയല്ലേ. അതെ, മറ്റൊരു മതത്തിനും അങ്ങനെ ഒരു സാധ്യതയെ അവിടെ ഇല്ല. അപ്പോൾ ഈ ഇസ്ലാം അല്ലാത്ത കുട്ടികൾ അറിയാതെ തന്നെ അതിൻ്റെ ഭാഗമാവുകയാണ്. ഒരുപക്ഷെ അവർ ആ സമയത്ത് കളിക്കായിരിക്കും പതിവ്. ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു പേടി വെള്ളിയാഴ്ച അവധിയാക്കുമോ എന്നുള്ളതാണ്. ഞായറാഴ്ച മാറ്റി വെള്ളിയാഴ്ച അവധിയാക്കുമോ? അങ്ങനെ ഒരു പ്രപ്പോസൽ ഇടയ്ക്ക് ആരൊക്കെ കൊണ്ടുവന്നിരുന്നല്ലോ. ഗൾഫ് കൺട്രീസിലൊക്കെ വെള്ളിയാഴ്ച അല്ലേ അവധി, ഞായറാഴ്ച അല്ല. അതെ, ആ രീതിയിലേക്ക് സ്കൂൾ സമയത്ത് അങ്ങനെ അട്ടിമറിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ഭുതത്തിനൊന്നും അവകാശമില്ല അങ്ങനെയൊക്കെ കാരണം പ്രാർത്ഥിക്കാനുള്ളൊരു ദിവസമാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോഡിൽ പ്രാർത്ഥിക്കുന്നത് അവകാശമാണെന്ന് പറയുന്ന ആൾക്കാരല്ലേ. അതെ, ഇപ്പോൾ കൽക്കത്തയിൽ ഇപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു പുതിയ CM വന്ന സമയത്ത്. ലണ്ടനിൽ അതൊരു നിവൃത്തിയില്ല, അത് നടന്നു പോവുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കമ്പൽസറി ആയിട്ട് അവർ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വരും, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വകുപ്പ് അവർക്ക് വേണമെന്നാരും നിർബന്ധിക്കുന്നത്. അവർക്ക് സാധിക്കുന്ന മേഖലകളിൽ കൂടി അതിൽ ഒരു മതസ്വാധീനം വരുത്താനായിട്ട് ശ്രമിക്കും.